പന്നിൻ രവീന്ദ്രനാണോ രാജീവ് ചന്ദ്രശേഖരനായിരിക്കുമോ പ്രധാന എതിരാളി? നോക്കൂ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എതിരാളിയെ നോക്കിയിട്ടല്ല മത്സരിക്കുന്നത്. എനിക്ക് എല്ലാ എതിരാളികളെയും സ്വാഗതം പറയാൻ നല്ല മനസ്സാണ്. വരട്ടെ, ജനങ്ങൾ അവരുടെ ഗുണങ്ങൾ കാണട്ടെ, അവരുടെ കഴിവുകൾ കാണട്ടെ, അവരുടെ കഴിവില്ലായ്മയും കാണട്ടെ, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞങ്ങൾ എല്ലാവരും ആരും പെർഫെക്റ്റ് അല്ലല്ലോ ഈ ലോകത്തിൽ. അതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ നിന്നിട്ട് അവർ തീരുമാനിക്കുക. അതാണ് ജനാധിപത്യത്തിന്റെ അർത്ഥം. അപ്പം ഞാൻ ആരും ഇതുവരെ ഒരു നെഗറ്റീവ് വാക്ക് പറഞ്ഞിട്ടില്ല. ഈ 15 വർഷക്കാരൻ ഞാൻ ഇപ്പോഴും ആരംഭിക്കാൻ പോകുന്നില്ല. അവർ ജനങ്ങളുടെ മുമ്പിൽ പോട്ടെ. ജനങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാലോ ആരാണ് അവരുടെ പ്രതിനിധിത്വം ഡൽഹിയിൽ നന്നാ ചെയ്യാൻ സാധിക്കുക, ആരുടെ നിലപാടുകളാണ് ഈ രാജ്യത്തിന് ഗുണം ചെയ്യുക, നമ്മുടെ സാമൂഹ്യത്തിന് ശരിക്ക് ഗുണം ചെയ്യാൻ സാധിക്കുന്ന നിലപാടുകൾ എന്തൊക്കെയാണെന്ന്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുമില്ല. എനിക്കാണ് ജനങ്ങൾ വിശ്വാസം വീണ്ടും ഉറപ്പിക്കാൻ പോകുന്നത്. നോക്കൂ, ഞങ്ങളുടെ ഉദ്ദേശം ശരിക്കും എല്ലാവരും പറയുന്ന പോലെ തന്നെ 20 സീറ്റ് ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കഴിഞ്ഞ തവണ 19 കിട്ടി. അപ്പോൾ ആ 20ാമത്തെ സീറ്റ് നല്ലൊരു സ്ഥാനാർത്ഥി ഇറക്കിയിട്ട് ആലപ്പുഴയിൽ 20 സീറ്റ് വരട്ടെ. ഞങ്ങൾ പറയണത് ഇതിൽ ഈ 5 വർഷ സേവനത്തിൽ വല്ല കുറവുണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ കണ്ടിട്ടില്ല, പരാതിയുമില്ല. ജനങ്ങൾ സന്തുഷ്ടമായിരിക്കുകയാണെങ്കിൽ ഇനിയും വരാൻ പോകുന്ന 5 വർഷം അതേപോലെ സേവനം തുടരാൻ UDF സ്ഥാനാർത്ഥികൾ തയ്യാറാണ്. നോക്കൂ, പത്മജ നമ്മളൊപ്പം കുറെ വർഷമായി പ്രവർത്തിച്ച ഒരു നേതാവാണ്. ഞാൻ തന്നെ അവർക്ക് വേണ്ടി പ്രചരണം ചെയ്തിട്ട് 2-3 തെരഞ്ഞെടുപ്പിൽ അവർ തോറ്റു. അപ്പോൾ നമ്മൾക്ക് അവർക്ക് അവസരം കൊടുത്തില്ല എന്നോ അവർക്ക് നമ്മുടെ പല തെറ്റുണ്ടായിരുന്നു പാർട്ടിയുടെ സൈഡിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ചെറിയൊരു ചുമ ഇപ്പോഴും ഉണ്ട് എനിക്ക്. അതുകൊണ്ട് അവർ വിട്ടുപോയത് അവരൊരു വ്യക്തിപരമായ ഒരു തീരുമാനമായി എടുത്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. എന്തായാലും അവരും അവർ ജ്യേഷ്ഠനുണ്ട്, തെരഞ്ഞെടുപ്പ് ഇതുവരെ ജയിച്ചിരിക്കുന്ന ജ്യേഷ്ഠനാണ്, അദ്ദേഹം നമ്മളിപ്പോഴും ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ആ കുടുംബത്തിനെ കുറിച്ച് ഒരു ചിന്തയുമില്ല. കരുണാകരന്റെ മകനായ K. മുരളീധരൻ നമ്മളുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാ വിധത്തിലും അദ്ദേഹത്തിന്റെ അച്ഛന്റെ ലെഗസിയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇരിക്കുന്നത്. അല്ല, തിരുവനന്തപുരത്ത് എപ്പോഴും ഒരു ത്രികോണ മത്സരമാണ്. ഞാൻ സീറ്റ് എടുത്തത് LDFന്റെ തന്നെയാണ് സത്യം. 2 തവണ LDF ജയിച്ച ശേഷമാണ് ഞാൻ ജയിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും BJPയാണ് 2ാം സ്ഥാനത്തിൽ വന്നത്. അതുകൊണ്ട് ഇതിനെ ത്രികോണ മത്സരമായിട്ട് തന്നെ കാണുന്നു. 2 ആളും ഞാൻ സീരിയസ് എടുക്കുന്നില്ല. അവർ ഒരു ഡിബേറ്റിൽ വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ 2 ആളുടെയും മുമ്പിൽ വെച്ച് സംസാരിക്കാനും തയ്യാറാണ്. അതൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ ഏത് വിധത്തിലും ഒരാളെ മറ്റേ ആളുടെ മേപ്പെട്ട് വെക്കണമെന്നും അങ്ങനെ ഒരു സംസാരമേ ഇല്ല. 2 ആളും വരട്ടെ, 2 ആളോടും നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ള അവസരം ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് തന്നെ 3 ആൾക്കും ചോദ്യം ചോദിക്കായിരിക്കും നിങ്ങളുടെ ആവശ്യം. അതിന് ഞാൻ തന്നെ 100% നിങ്ങളെ പിന്തുണ തരുന്നു. ആ കാര്യത്തിൽ എല്ലാവരോടും ചോദിക്കും. അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ പേര് ഇന്നലെ പ്രഖ്യാപിച്ചുള്ളൂ. അപ്പോൾ അതോടെ തുടങ്ങിയെന്ന് പറയുന്നില്ല. ഞാൻ ഡൽഹിയിൽ പല ഇന്റർവ്യൂസ് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇറങ്ങി തന്നെ കാര്യമായിട്ട് സ്വീകരണം ഉണ്ടായില്ല. അത് ഞാൻ 15 വർഷം ഇവിടെ പ്രവർത്തിക്കുന്ന ആളെ എന്താ സ്വീകരിക്കാൻ ആവശ്യം? ഞാൻ ഇവിടുത്തെ ആൾ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിനെക്കാട്ട് വലിയൊരു സ്വീകരണം എനിക്ക് ആവശ്യമില്ല. ഞാനത് വേണമെന്ന് പറഞ്ഞതില്ല. കാരണം ഇവിടുന്ന് പോയ ഉടനെ എനിക്ക് 2 ചടങ്ങുണ്ട് ഇന്ന് വൈകുന്നേരം 7:15 പറ്റുന്നു. അപ്പം ഞാൻ നിങ്ങളുടെ പെർമിഷനോട് ഞാൻ വീണ്ടും നമ്മൾ കാണാമല്ലോ, ഈ വരാൻ പോകുന്ന ആഴ്ചകളിൽ കാണാം. 2-3 ദിവസത്തിനകത്ത് ഞാൻ വിചാരിക്കുന്നു അവർ ഇലക്ഷൻ ഡേറ്റ്സ് ഒക്കെ നമ്മളെ അറിയിക്കും. അത് നമ്മൾ വീണ്ടും സംസാരിക്കാം.